തിരുവനന്തപുരം കാട്ടാക്കടയിൽ വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്നു. കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപം പഴക്കട നടത്തുന്ന ഷിബുവിന്റെ 54,000 രൂപയാണ് കവർന്നത്. 4-അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറുണ്ട്. ജയശങ്കർ, ഈ മേഖലയിൽ പലപ്പോഴും പലതരത്തിലുള്ള അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അതായത് ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം തിരുവോണമായിരുന്നു. വലിയ തോതിലുള്ള വ്യാപാരം നടന്നിരുന്നു. ഈ വ്യാപാര ശേഷമാണ് ഇത്തരത്തിൽ കാട്ടാക്കടയിൽ ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. ആക്രമിച്ച ശേഷമായിരുന്നു മോഷണം. കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപം പഴക്കട നടത്തുന്ന ഷിബുവിന് കയ്യിൽ നിന്ന് 4-അംഗ സംഘം ഇയാളെ മർദ്ദിച്ച ശേഷം 54,000 രൂപ കവരുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 4 പേർ ഒരുമിച്ച് കൂട്ടം ചേർന്ന് ഷിബുവിനെ ആക്രമിക്കുകയായിരുന്നു. മുഖത്തും മറ്റും വലിയ രീതിയിൽ ചോര വാർന്നൊലിക്കുന്ന തരത്തിലാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത്. ഇയാളുടെ കണ്ണിനുൾപ്പെടെ വലിയ തോതിൽ പരിക്കുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. തിരുവോണവുമായി ബന്ധപ്പെട്ട് വലിയ കച്ചവടം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണ് ഈ 4-അംഗ സംഘം എന്തായാലും കവർന്നിരിക്കുന്നത്. കാട്ടാക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.